എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് ചില കഥകളിലേക്ക് അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര പോകാം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വിചാരിച്ചത് ഒന്ന് സമയം എത്തും സാധിക്കുമോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് നിമിഷത്തിലേക്ക് ലിങ്ക് തന്നത്. പക്ഷെ എനിക്ക് വീണ്ടും ക്ലാസ്സുകൾ ഇങ്ങനെ ലെങ്തി ആയിട്ട് തന്നെ എടുക്കണമെന്ന് വീണ്ടും എന്നെ പ്രചോദിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 2 ദിവസമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മാസ്റ്ററിക്കകത്ത് ഒരമ്മയുടെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നിങ്ങളെല്ലാവരും അവരെ ആശ്വസിപ്പിക്കാനായിട്ട് നിങ്ങളെല്ലാവരും അവിടെ അവരോട് സംസാരിച്ചു, ഓരോ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ എന്നെ വല്ലാതെ എന്താ പറയാ, എന്നെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിച്ചു. കാരണം മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട്, നമ്മളുടെ ഈ ക്ലാസ്, ഈ സൂം സെഷൻ ഇത്രയും സമയമെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ യഥാർത്ഥത്തിൽ ആവശ്യം എന്ന് പറയുന്നത് ആരാലും പരിഗണിക്കാതെ അല്ലെങ്കിൽ തുണയായും താങ്ങായും ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് ഒരു താങ്ങായിട്ടും തുണയായിട്ടും വർത്തിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതായിരിക്കും എൻ്റെ ജന്മ പുണ്യം എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കുണ്ടെന്നറിയാം. നമുക്കങ്ങനെ എല്ലായിടത്തും എത്താനോ അല്ലെങ്കിൽ അവരോടെല്ലാം എല്ലാ സമയത്തും സംസാരിക്കാനോ അങ്ങനെ നമുക്ക് പോസിബിൾ അല്ല. കാരണം നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ എന്തോ നമ്മുടേതായ കർമ്മത്തിൽ നിന്ന് പോകുമ്പോൾ അത് സാധ്യമല്ല. അപ്പൊ അതിന് പകരം ഞാൻ കണ്ടെത്തിയ ഒരു ഏറ്റവും ഉദാത്തമായ, ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമായിട്ടാണ് എനിക്കിത്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ഒരു നിയോഗം പോലെ ഞാൻ എത്തിപ്പെട്ടത്. എനിക്കറിയില്ലായിരുന്നു ഇത്രയും സമയമൊക്കെ സൂം ക്ലാസ് എടുത്ത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരിൽ ഒരു വൈകുന്നേരത്തെ ഒരു പിടിവള്ളി പോലെ വന്നിരിക്കാനും, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ യൂട്യൂബ് തുറക്കുമ്പോഴേക്ക് അത് കാണാൻ ഒരു ദിവസം മുഴുവൻ അതിൽ തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാനും പറ്റുന്ന രീതിയിൽ ആയിത്തീരുമെന്ന് ഒരിക്കലും അതൊക്കെ ഒരു നിയോഗം പോലെ സംഭവിച്ചതായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത്തരം ആൾക്കാർക്ക് അതൊരു നമ്മളുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ അവർക്ക് ജീവിതത്തിൽ ഒരു പിടിവള്ളിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും അത് കാത്തു സൂക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ അത് വീണ്ടും ചെയ്തു കൊണ്ടുപോകേണ്ടതും നമ്മൾ പ്രതിജ്ഞാബദ്ധമായി മാറുകയാണ്. അതൊരു കമ്മിറ്റ്മെന്റായി മാറുകയാണ്. ആ കമ്മിറ്റ്മെന്റ് ആണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി എന്ന് പറയുന്നത്. ഞാനിവിടെ ഇത്രയും ക്ലാസ്സുകൾ എടുത്തു, എനിക്ക് തോന്നുന്നത് 1900 സംതിങ്ങോ മറ്റേ ക്ലാസ്സുകളായി യൂട്യൂബിൽ നമ്മൾ എനിക്ക് അല്ല 600 അങ്ങനെ എന്തോ ആയി, എത്ര എണ്ണം നോക്കിയില്ല. അത്രയും ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ഞാൻ ഒരു കോഴ്സ് പോലും സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ക്ലാസ് എടുത്തിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ക്ലാസ് എടുക്കണമെന്നൊന്നും ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല. പറയാതിരിക്കുന്ന വേറൊന്നുമല്ല, മനഃപൂർവ്വമാണ്. ഒബ്വിയസ്ലി നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിച്ചാൽ മാത്രമേ മാറ്റം ഉണ്ടാവൂ എന്നുള്ള സത്യം എല്ലാവർക്കും അറിയണം. കാരണം ഈ ക്ലാസ്സുകളെല്ലാം ജനറൽ ആയിട്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു സിസ്റ്റമാറ്റിക് സംസാരിക്കുമ്പോൾ, ഇപ്പൊ സീന പറഞ്ഞ പോലെ ചേഞ്ച് മൈ മൈൻഡ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറയുമ്പോൾ ആ കോൺസെപ്റ്റ് വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് എങ്ങനെ സാധ്യമാകുമെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു സിസ്റ്റമാറ്റിക് പ്രോസസ്സിൽ തന്നെ പോകണം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ സിസ്റ്റമാറ്റിക് പ്രോസസ്സ് നമുക്ക് പബ്ലിക്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ കോഴ്സുകൾ എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പക്ഷെ ഞാനൊരിക്കലും ഇന്നത് എടുത്തിട്ടാണ് നിങ്ങൾ മാറേണ്ടതെന്നും ഇന്ന് മാത്രമാണ് നിങ്ങൾ മാറേണ്ടതെന്നൊന്നും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ചില ആൾക്ക് പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരും ഒരാളെ മാറ്റത്തിലല്ല, എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആയിട്ട് നിങ്ങളൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം അങ്ങനെ തന്നെ അനുവർത്തിച്ചു കൊണ്ടുപോകേണ്ടതിന് ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്നതാണ്. അതുകൊണ്ടാണ് ഈ ഓടി വന്ന് ഇപ്പൊ ഓഫീസിൽ നിന്ന് രാവിലെ 8 മണിക്ക് പോയ ഓഫീസിൽ നിന്ന് ഓടി ഇപ്പൊ ഇവിടെ 7 മണിയായി. 7 മണി 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ അത്രയും പ്രയാസമുള്ള സമയമാണ് ഓഫീസിനകത്ത്. എന്നിട്ട് ഓടി വന്നിട്ട് ഇങ്ങനെ എടുക്കാൻ തയ്യാറാവുന്നത്, ആ എനർജി നിങ്ങൾ നൽകുന്ന സ്നേഹമാണ് അതിന്റെ എനർജി. നിങ്ങൾ നൽകുന്ന ആ ഒരു കമന്റ്, അതായത് അതിന്റെ പരിഗണന, നിങ്ങൾ പറയുന്ന വാക്കുകളാണ് എൻ്റെ ഊർജമെന്ന് അറിയുക. അപ്പോൾ നമുക്ക് ആരെയും ഒരു തരത്തിലും കുറച്ച് കാണിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. എല്ലാവരോടും ഒറ്റ കാര്യം മാത്രമേ നമുക്ക് നൽകാൻ പറ്റൂ. അത് ആരായാലും ഒരുപോലെ തന്നെയാണ്. അവർക്കെല്ലാം നിഷ്കളങ്കമായ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം മാത്രമാണ് നൽകാനുള്ളത്.
ആ സ്നേഹം തിരിച്ചും നിങ്ങളിൽ എല്ലാവരും എനിക്ക് നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് ഞാൻ മാത്രമല്ല, അതേപോലത്തെ പ്രസീതയും ഫുൾ ടൈം 24/7 ആണ്. പ്രസീതയും എൻ്റെ വൈഫായാലും പ്രസീതായാലും ഞങ്ങൾ 3 പേരും, എൻ്റെ പിള്ളേരും അതെ, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ബിജീഷ് ആയാലും എൻ്റെ മകനായാലും ഞങ്ങൾ ഫുൾ ടൈം ഇതിൽ തന്നെയാണ്. ഞങ്ങളുടെ മറ്റെല്ലാ വർക്കും ഇപ്പം എൻ്റെ വൈഫും പല പല തിരക്കുള്ള 2-3 കമ്പനി ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. അവളും ഫുൾ ടൈം ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. മകനും അവൻ പഠിക്കുന്നതിനിടയിലും അവൻ ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബിജേഷ് എന്ന് പറഞ്ഞ എൻ്റെ മകനെ പോലെ തന്നെയുള്ള ഒരു പയ്യനാണ്. അവനും ഫുൾ ടൈം ഇതിനു വേണ്ടി നിൽക്കുന്നത്. അപ്പം ഞങ്ങളൊരു ഒരു ഒരു ഫാമിലി ഇതിന് മൊത്തത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾ എല്ലാവരും അത് തിരിച്ച് ഞങ്ങൾക്ക് നൽകുന്നു എന്നതാണ് ഞങ്ങൾ ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ നിമിഷം അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്നതാണ് നമുക്ക് ഹാപ്പിനെസ് ട്രസ്റ്റിലെ ഒരു 35ഓളം അംഗങ്ങൾ. ഇവരെല്ലാം എപ്പോ നോക്കിയാലും നമ്മുടെ ആക്ടിവിറ്റീസിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ നമ്മൾ രാവിലത്തെ നമ്മുടെ ആദ്യത്തെ യോഗ, അപ്പോൾ തന്നെ നമ്മളുള്ള ലെവൽ 1 മെഡിറ്റേഷൻ, അതേ സമയത്ത് രണ്ടാമത്തെ മെഡിറ്റേഷൻ, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നമ്മൾ അഫർമേഷൻ എഴുത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആവും ആൾക്കാർ. പിന്നെ അതിൻ്റെ ഇടയിലാണ് മറ്റേ ക്ലാസ്സുകൾ കാണുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ നാമജപ ഗ്രൂപ്പ് വേറെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് യോഗയുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കൂട്ടം ആൾക്കാർ, ഒരു കുടുംബമായിട്ടാണ് ഇത് മുഴുവൻ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. ഒരാളായിട്ടല്ല, ഒരു കുടുംബമായിട്ട്. ആ മാറ്റം നിങ്ങൾ എല്ലാവരിലും ഉണ്ടാവുന്നു, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്നു. ഇപ്പൊ കൊച്ചു മക്കളൊക്കെ വന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മോട് സംസാരിക്കാൻ തയ്യാറാവുന്നത്? വീട്ടിൽ അതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടും നമ്മളെ സ്ഥിരം അവിടെ കാണുന്നത് കൊണ്ടല്ല. അപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററി എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൽ നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഉണ്ടാവണം. അവരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തി അടുത്തടുത്ത തലങ്ങളിലേക്ക് പോകേണ്ടവരാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം ആർക്കാണോ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങൾ ഉണ്ടാവും. നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് ജനനമായാലും മരണമായാലും അല്ലെങ്കിൽ നഷ്ടമായാലും ലാഭമായാലും വീഴ്ചയായാലും ഉയർച്ചയായാലും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ജീവിതം ഉള്ളത്. ജനിച്ച ഒരാൾ മരിക്കുക തന്നെ വേണം, അതിന് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ ആ സമയത്ത് മറ്റൊരാൾക്ക്, അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഒരു വിഷയമുണ്ടാകും. അപ്പോൾ പലരും ഇന്നലെ ജിഷ മെസ്സേജ് അയച്ചത് ഇതിനായിരുന്നു. പെട്ടെന്നാണ് ഒന്ന് ജസ്റ്റ് ഹാർട്ടിന് എന്തോ ഒരു വിമിഷ്ടം പോലെ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ എനിക്കൊന്നും ഇല്ലാതായി. ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അത്രയും സന്ദർഭങ്ങളിലൂടെ കടന്നു പോകും. ടെസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ നോർമലാണ്, വിഷയമല്ല, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പല സിറ്റുവേഷനിലും കടന്നു പോകുന്നു. പലരും ഇതെല്ലാവർക്കും ഉള്ളത്, എനിക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾക്ക് സുഖമില്ലാതായി, അവർക്ക് ജസ്റ്റ് കാലിനൊരു ഇത് പറ്റി വീണുപോയി. അപ്പൊ തന്നെ നമ്മൾ എല്ലാവരും കൂടി, ബാക്കിയുള്ളവർ ട്രസ്റ്റിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിച്ച് എന്താണ് സംഭവിച്ചത്, എവിടെ പോകണം, ഹീൽ ചെയ്യാനും അതും ഇതും എല്ലാം ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ ആളെ ഉയർത്തി റെഡിയാക്കി ക്ലാസ്സിൽ എത്തുന്ന രീതിയിലേക്ക് എത്തി. അപ്പൊ എല്ലാവരും അത്തരം ആൾക്കാരാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ തന്നെ തുടരാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ഞാൻ മറ്റ് കമ്മ്യൂണിറ്റിയെ ഇതിനെ പറ്റി ഒന്നും പറയാൻ ആളല്ല. പക്ഷെ പലയിടത്തും ഉണ്ടാവും, ദേ കിടക്കണം, എന്താ പിടിച്ചോളൂ, ഇപ്പൊ മാറിത്തരാം, ഇപ്പോ സംഭവിച്ചു കളയാം, 49,499 അടക്കവും നിങ്ങളുടെ ജീവിതം ദേ മാറിത്തരുന്നു, അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നാൽ മതി, നിങ്ങളെല്ലാം ദൈവം നേരിട്ട് ഇറങ്ങി വരും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്നോട് തന്നെ പറഞ്ഞതാണ്, നിങ്ങൾ അവിടെ കയറിക്കോളൂ, നിങ്ങളുടെ ജീവിതം മാറും. അപ്പോൾ സന്തോഷം, ദൈവം നേരിട്ട് അവതരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ദൈവം നേരിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് ദൈവചിന്തകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. എന്റെ ദൈവം പറഞ്ഞല്ലേ, ഇത് എന്റേതല്ല, എന്റെ സിനിമയിൽ പറഞ്ഞ പോലെ എന്റെ ദൈവം ഇങ്ങനെയൊന്നല്ല, നേരിട്ട് ഇറങ്ങി വരുന്ന ദൈവം എന്നല്ല. ഞാൻ നിന്നിൽ തന്നെ കുടികൊള്ളുന്ന ദൈവത്തിന് പിന്നെ എങ്ങോട്ട് ഇറങ്ങി വരാനാ? ഒരു ഇറങ്ങി വരലുമില്ല. അത് ഇതൊക്കെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു എന്താ പറയാ, വെറും ബാലിശമായ ചില വാക്കുകൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് അങ്ങനെ ഇറങ്ങി വരാനും ഇറങ്ങി പോകാനും പറ്റുന്നൊന്നുമല്ല. ദൈവം എല്ലാത്തിലും തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ഒരു സംഭവമാകുമ്പോൾ ഓരോ വ്യക്തിയിലും അതുണ്ട്. അതിന് വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ചില വ്യക്തികള് അതിനെ പ്രാക്ടീസ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരും. അല്ല, കൂടുതൽ ഉയർത്തുക എന്നല്ല, പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ എന്താ പറയാ, ആൾക്കാരിൽ കൂടുതലായിട്ട് അവർ ശോഭനമായി മാറും. അല്ലെങ്കിൽ അവരിൽ ആ എനർജി കൂടുതൽ സ്പന്ദനമാക്കും, അല്ലെങ്കിൽ എനർജി കൂടുതൽ റിഫ്ലക്ട് ചെയ്ത് കാണും. അതാണ് വ്യത്യാസമുള്ളത്. എല്ലാവരിലും ഇത് സെയിം ഉണ്ട്. അത് ഇല്ലാത്തവരായിട്ട് ഇല്ലാത്തവരെന്നല്ല,
അതില്ലാത്തതായിട്ടുള്ള ഒരു ജീവജാലവും ഒരു വസ്തു ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവില്ല. അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയാൽ മതി. അല്ലെങ്കിൽ ദൈവത്തിന് ഇറങ്ങി വരാനോ ഒരാളുടെ അവതരിക്കാനൊന്നും സാധിക്കുന്നതല്ല. അതെല്ലാം ദൈവത്തിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. അത് കുഴപ്പമില്ല. പക്ഷെ ദൈവമാണെന്ന് പറയരുത്. അത് വേറൊരു സംഭവമാണ്. ഓക്കെ, ഞാനതിലേക്ക് അവരെ പറ്റി പ്രതിപാദിക്കാനില്ല. അതൊക്കെ ഇന്ന് നാളെ ഇതിനേക്കാൾ എത്രയോ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. കുറെ ആൾ, ഒരു കാര്യമുള്ളൂ, നമ്മൾ ഇവിടുന്ന് പോയ കുറേ ആളുടെ കാശ് പോയിട്ടുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നു. അവരോട് ഇപ്പൊ പറയണ്ട, ഇനി നാളെ അവരെങ്ങാനും കാണുന്നുണ്ട് പറയാ, ദിസ് ഡോർ ഈസ് ഓപ്പൺ ഫോർ യു ഓൾവേസ്. ഞങ്ങൾ ഒരിക്കലും ആരെയും കാശ് തരാത്തത് കൊണ്ടോ കാശ് തന്നത് കൊണ്ടോ ഡിഫറൻഷിയേഷൻ ഇല്ല. തന്നവർക്കും ഇല്ല, തരാത്തവർക്കും ഇല്ല, രണ്ടുപേർക്കും ഇല്ല. തരുന്നവർക്ക് തരാം, തരാത്തവർക്ക് തരാതിരിക്കാം, ഒരു വിഷയമില്ല. അല്ല നിങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്ന ഡിഫറൻഷിയേഷൻ ഞങ്ങൾക്കില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡോർ ഓപ്പൺ ആണ്, കയറി വരാം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം, നിങ്ങളെ തന്നെ മാറ്റിക്കൊടുക്കാം. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. അതിലൂടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. ഓരോ കണങ്ങളിലും അടങ്ങിയിരിക്കുന്ന സത്യം എന്താണോ അതാണ് ദൈവമെന്ന് തിരിച്ചറിവുണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അത്തരം ചിന്താഗതികളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ യഥാർത്ഥ ആത്മീയത നമ്മളിൽ ഉണ്ടാകുകയുള്ളൂ എന്ന് ഒന്നുകൂടി എന്താ പറയാ, ഒന്നുകൂടി നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം, അല്ലെ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും സ്നേഹത്തോടെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. യെസ്, യെസ്. അപ്പൊ എല്ലാവരും ക്ലാസ്സിലേക്ക് പോകാൻ റെഡി ആണല്ലോ, അല്ലെ? റെഡി? ജസ്റ്റ് എടുത്തോളൂ ആദ്യത്തെ ടാബ്ലറ്റ്സ് എടുത്ത് കഴിച്ചിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് ഉള്ളൂ. ടാബ്ലറ്റ്സ് പെട്ടെന്ന് എടുത്തോളൂ. എല്ലാവരും. കമന്റ് വരട്ടെ, ചാറ്റ് വരട്ടെ. യെസ്, ഹാപ്പി ആൻഡ് റെഡി. പെട്ടെന്ന് വരട്ടെ. ഹാപ്പി ആൻഡ് റെഡി. യൂട്യൂബ് കാണുന്നവരോടുള്ള പറയാനുള്ളതേ ഉള്ളൂ, നിങ്ങൾ എപ്പോഴും കമന്റ് ചെയ്യാൻ മറക്കരുത്. കാരണം പ്രത്യേകിച്ച് ഈ വാക്ക് ഹാപ്പി ആൻഡ് റെഡി, അത് നിങ്ങളുടെ, ഞാൻ പലവട്ടം പറഞ്ഞാൽ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എനർജി ലെവലിനെ അപ്പ് ചെയ്യുന്ന ഒരു ഏറ്റവും കിടിലമായ ടെക്നിക്കാണ് ഹാപ്പി ആൻഡ് റെഡി എന്നത്. സന്തോഷത്തോട് പറയട്ടെ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ഇതൊക്കെ ഹാപ്പി റെഡി എന്നുള്ള പേരിൽ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾ, നമ്മളുടെ സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എപ്പോൾ നോക്കിയാൽ 24/7 നമ്മൾ ഈ മൂഡിലായിരിക്കണം. എന്തിനും നമ്മൾ തയ്യാറാണ്, എന്തിനും സന്തോഷത്തോടു കൂടി നമ്മൾ തയ്യാറാണ് എന്നുള്ളത്. 24/7 നമ്മൾ ഉറക്കത്തെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ ഉറക്കം പോയി എന്നല്ല പറയേണ്ടത്. ഓക്കെ, ഹാപ്പി ആൻഡ് റെഡി എന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുമ്പോൾ ലൈഫ് മാറുന്നത് കാണാൻ പറ്റും. ഇത്രയും വിധമായി ലൈഫ് മാറുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് അറിയിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സന്തോഷപൂർവ്വം ഒറ്റ കാര്യം, ഇനി നമ്മൾ സീരിയസ് ആയ ക്ലാസ്സിൽ കേൾക്കാം. കുറച്ച് തിരിച്ചറിവുകൾ നിങ്ങൾ ഉണ്ടാക്കുക. സ്നേഹപൂർവ്വം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഈ പുതിയതായിട്ട് വന്നവർക്ക് മാത്രമായിരിക്കും ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ഉണ്ടാവുക. ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് അത്ര കണ്ടത് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ഇത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞവരാണ്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ സന്തോഷവാന്മാരല്ലാതായി തീരുന്നത്? എല്ലാവരുടെയും ആഗ്രഹം സന്തോഷം ഉണ്ടാവണം എന്ന് തന്നെ. അതല്ലാതെ ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് സന്തോഷം അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറ്റു പലതാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇങ്ങനെ ഈ രൂപത്തിലാവാനാണ് നമുക്ക് എല്ലാവർക്കും താല്പര്യം, അല്ലേ? ഞാൻ ചായ കുടിക്കുന്ന കപ്പ് പോലും പുഞ്ചിരിക്കുന്ന കപ്പാണ്, അല്ലേ? എന്തുകൊണ്ടാണ് എല്ലാവരുടെ ആഗ്രഹം അല്ല, ആരും ഇല്ലല്ലോ, അല്ലേ? സന്തോഷം ആഗ്രഹിക്കാത്തവരാരുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷം നമുക്ക് ആവാത്തത്? നമുക്ക് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? എപ്പോഴെങ്കിലും സന്തോഷം എനിക്ക് ലഭിക്കാത്ത ഒരാളാണെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊരിക്കലും ജീവിതത്തിൽ സന്തോഷം ലഭിക്കേയില്ല എന്ന് തോന്നിയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവരോടാണ് ഇന്നത്തെ ക്ലാസ്. അല്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടുകൾ കുറഞ്ഞിട്ട് എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുകയില്ല എന്ന് പരിതപിക്കുന്ന ആൾക്കാരില്ല. ഞാൻ ആ വാക്ക് പരിതപിക്കുക എന്ന് തന്നെ അവിടെ ഉപയോഗിക്കും. കഷ്ടപ്പാടുകൾ കുറയുകയില്ല, എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുകയില്ല, ഇതൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നുകൂടി അവർക്കോടാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട്, ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, മറ്റ് എന്തെങ്കിലും ഘടകവുമായി ബന്ധപ്പെട്ടൊക്കെ എൻ്റെ ലൈഫിനൊരു ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ ലൈഫിനൊരു
ഒരു കംപ്ലീഷൻ ആകുന്നില്ല എന്ന് തോന്നിയിട്ടില്ലേ? ഇതൊക്കെ തോന്നിയവരാണ്. നിങ്ങളെല്ലാം അതിൽ കടന്നു വന്നവരാണ്. ഇനി ബാക്കി വരാനിരിക്കുന്നവരും ഈ കാര്യങ്ങളിലൂടെ കടന്നു വരുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നമാണോ? അല്ല ഈ ലോകത്തിലെ മിക്കവരുടെയും പ്രശ്നമാണോ? ഒന്ന് ആൻസർ ചെയ്ത്. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണോ? അതായത് 3 കാര്യങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണോ? അല്ലെങ്കിൽ ലോകത്തിൽ മിക്ക ആൾക്കാരുടെയും പ്രശ്നമാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ മാത്രമാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞോളൂ. അല്ല എല്ലാവരുടെയും ആണെങ്കിൽ അല്ല ഈ പ്രശ്നം നിങ്ങൾക്ക് മാത്രമുള്ളതായി ആണോ അല്ലയോ എന്നുള്ള ചോദ്യം. നിങ്ങൾക്ക് മാത്രമുള്ളതാണോ ഈ ഈ ഈ തോന്നൽ? അല്ല. അതാ ഓക്കെ. അത് തന്നെ. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള തോന്നലല്ല. ലോകത്തിലുള്ള 90% ആൾക്കാരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ബാഹ്യമായ സാഹചര്യങ്ങൾ ശരിയാക്കാനാണ്. അതായത് പണം നേടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ മാറിയാൽ ഞാൻ മാറും. ബന്ധങ്ങളെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക അയാൾ അങ്ങനെ ചെയ്തിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ എനിക്കിത് ലഭിച്ചാൽ ഞാൻ സന്തോഷവാനായേനെ, എനിക്ക് വീട് ഇന്ന രീതിയിലായിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാവും, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്ന ആളെ കല്യാണം കഴിച്ചാൽ ഞാൻ സന്തോഷവതിയാവും. അങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇവിടെ എല്ലാം നമ്മൾ നോക്കുന്നത് പുറമേ എന്തെങ്കിലും നമുക്ക് ലഭിച്ചാൽ നമ്മൾ സന്തോഷവാന്മാരാകുമെന്നുള്ള മിഥ്യാബോധത്തിലാണ് 90% ആൾക്കാരും പോകുന്നത്. ഇവിടെ തന്നെയാണ് യഥാർത്ഥ വിഷയം. ഇത് തന്നെയാണ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ കാലങ്ങളായിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് എന്താണ് കൃത്യമായി മനസ്സിലാക്കി. അവിടെ എല്ലാ സന്തോഷവും നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി. ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ ഇതിന്റെ ആദ്യത്തെ ലൈൻ മുതൽ ഇതിൽ 5 കഥാപാത്രങ്ങളും ഇതേ സ്വഭാവം, ഇത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒരാൾക്കാണെങ്കിൽ ആ എല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും സന്തോഷം അനുഭവിക്കാത്ത ഒരാൾ, മറ്റൊരാള് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ വെറുതെ കൊണ്ടുപോകുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഒരു അന്തവും ഇല്ല ഒരു ഇതും ഇല്ലാതെ പോകുന്ന ഒരാൾ, മൂന്നാമത്തെ ഒരാൾ കുടുംബത്തിൽ എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് ആലോചിച്ച് എന്ത് പണിയും എടുക്കാം, എന്നിട്ട് കഷ്ടപ്പെട്ടാൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നുള്ള വിഷയങ്ങളിൽ അപ്പുറത്തേക്ക് എൻ്റെ കുടുംബത്തെ നന്നാക്കി എടുക്കണം എന്നിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരാൾ, മറ്റൊരാളാണെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം, ഭർത്താവിനെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ലഭിക്കും, ഞാൻ എല്ലാം ശരിയാകുമെന്ന് ആലോചിച്ചത് വേറൊരാൾ. ഇതൊന്നുമല്ല ജീവിതം എന്ന് തിരിച്ചറിഞ്ഞ് നടക്കുന്ന ഒരാൾ. ഇങ്ങനെയാണ് നമ്മുടെ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ. അപ്പോ സത്യമായിട്ടും ഇത് ജീവിതത്തെ അടർത്തിയെടുത്തി പറഞ്ഞ കാര്യം. അപ്പൊ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് വെറും സംഭവങ്ങൾ മാത്രമല്ല, സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സ് ചെയ്യുന്ന വ്യാഖ്യാനങ്ങളാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം. അതായത് നമ്മളെ നമ്മൾ വിചാരിക്കും അത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയതെന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലുമ്പോ ആ സംഭവം സംഭവിച്ചപ്പോൾ നമ്മുടെ മനസ്സ് ഒരു വ്യാഖ്യാനം എടുത്തിട്ടുണ്ട്. ആ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നത്. ഇത് ഞാൻ ആ പുസ്തകത്തിൽ സത്യത്തിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അവിടെ യഥാർത്ഥ സത്യം എന്താണ് എന്നതിനെ പറ്റി ഞാൻ ഒരു ചാർട്ടടക്കം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചാൽ മതി. നിങ്ങൾ കാണുന്ന സത്യവും നിങ്ങളുടെ എതിർവശത്തിരിക്കുന്ന ഒരാളുടെ സത്യവും, മൂന്നാമതൊരാൾ ഇത് കാണുമ്പോൾ അവരുടെ സത്യവും, ഇതെല്ലാം സത്യങ്ങൾ ചേർന്ന് കിട്ടുന്ന ഒരു അന്തസത്തയുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ആ സംഭവം എന്നത് മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ പുസ്തകത്തിലൂടെ ഞാൻ സ്ഥിരമായി നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മോട്ടിവേഷൻ സ്റ്റോറി ബുക്കായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്, ഇതൊരു മെന്റൽ ആയിട്ടുള്ള അവേക്നെസ്സിനായിട്ടുള്ള സന്തോഷത്തിലേക്ക് എത്താനുള്ള വഴികളെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് എങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു കഥയിലൂടെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഞാൻ പറയുന്ന കോൺസെപ്റ്റ് ഇന്നത്തെ ക്ലാസ് ഇതാണ്. എന്തുകൊണ്ട് നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല? റീസൺ അറിയണം നമ്മൾ. അപ്പൊ അവിടെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷത്തെ കെടുത്തുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ നമ്മൾ എൻ്റെ ക്ലാസ്സിൽ വന്നവരാരും ഈ വാക്കേ ഉപയോഗിക്കാറില്ല അല്ലേ? ക്ലാസ് പ്രാക്ടീസ് ചെയ്തവർ എന്ത് പറഞ്ഞാലും പ്രശ്നങ്ങൾ എന്ന് പറയുന്നോ പരാതി എന്ന് പറയുന്നോ ഒന്നും ഇല്ല നമുക്ക്. ആ വാക്ക് പോലും നമ്മുടെ നിഘണ്ടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? മറന്നല്ലേ എല്ലാവരും? ഇപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ എത്ര പേര് ഇപ്പൊ പ്രശ്നങ്ങൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്? അത് മറന്നുപോയി നിങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? എസ് അല്ലേ? എസ് എന്ന് ടൈപ്പ് ചെയ്ത് പ്രശ്നങ്ങൾ എന്ന് വാക്ക് ഉപയോഗിക്കാൻ പോലും മറന്നുപോയ എത്ര പേരുണ്ട് ഇവിടെ? പരാതി ജീവിതത്തിൽ നിർത്തിവെച്ച എത്ര പേരുണ്ട്? പരാതിയേ ഇല്ല. പരാതി തന്നെ വാക്കേ ഇല്ല നമുക്ക്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി പരാതികളേ ഇല്ല. അപ്പൊ
ഇങ്ങനെയാണ് നമ്മൾ ലൈഫിനെ മാറ്റപ്പെടുത്തുന്നത്. പ്രശ്നങ്ങൾ പറയാനേ ഇല്ല, നമുക്ക് പ്രശ്നങ്ങൾ കാണുന്നതിന് പിന്നെ പറയാൻ ഒന്നുമില്ല. പേടി എന്ന് പറയുന്ന സംഭവം പലരും പല സമയത്ത് നമ്മോട് പറഞ്ഞാണ്, രാത്രിക്ക് പുറത്തിറങ്ങ, അല്ലെങ്കിൽ രാത്രി പുറത്തിറങ്ങുന്ന പോട്ടെ, ബസ്സിൽ കയറാൻ പേടിയുള്ള എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? ഇഷ്ടം പോലെ ആൾക്കാർ എന്നോട് പറയും, ബസ്സിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, ഓട്ടോയിൽ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്, വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പേടിയാണ്. ഇപ്പൊ ഇന്ന് പറഞ്ഞ ആ അമ്മ അവിടെ പറഞ്ഞത് കഴിഞ്ഞാൽ, ഞാൻ മക്കള് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ക്ലാസ്സിൽ വരാത്ത ആളാണ്. അവർ പറഞ്ഞ കേട്ടില്ല, ഭർത്താവ് മരിച്ചതിന് ശേഷം മക്കള് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ജനലുകളെല്ലാം ഫുള്ള്, വീട്ടിന്റെ ജനലുകളെല്ലാം അടച്ചിട്ട്, ഡോർ അടച്ചിട്ട് അകത്തിരിക്കും, കാരണം എനിക്ക് പേടിയാണ് പുറത്തുനിന്ന് ആരെങ്കിലും വരുമോ എന്നുള്ളത്. അത് ഈ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് തന്നെയാണ്. ഇനിയിപ്പോ അവരിവിടെ വന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ജനലുകളെല്ലാം തുറക്കാൻ തുടങ്ങും. അവര് മക്കള് പോയി കഴിഞ്ഞിട്ട് കടയിൽ പോയി സാധനം മേടിച്ചു കൊണ്ടുവരാൻ തുടങ്ങും, ഒക്കെ തുടങ്ങും. ഇതൊക്കെ ഇവിടെയുള്ള അനുഭവങ്ങളാണ്. പേടി എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതുപോലെ തന്നെ ദുഃഖം എന്ന് പറയുന്നത്, എന്തിനാ ദുഃഖിക്കുന്നതെന്ന് ചോദിക്കുന്ന അവസ്ഥയാണ്. കുമാരി പ്രഭയൊക്കെ എന്തിനിപ്പോ ഞാൻ ദുഃഖിക്കുന്നത്, എനിക്ക് ആശയമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ പറയുന്നത്. ആദ്യം വന്നപ്പോ ഒരുപാട് ദുഃഖങ്ങളുടെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. പല ആൾക്കാരും ഇവിടെ ഉണ്ട്. സാറിന് ഒന്ന് കിട്ടിയാൽ അൺമ്യൂട്ട് ചെയ്ത് പറയാനുള്ളത് എന്താണ്? പരാതി മാത്രം. എന്റെ കാര്യം ഇങ്ങനെയാണ്, എനിക്ക് അങ്ങനെയാണ്. ഇപ്പൊ അവരോട് ചോദിച്ചേ, എല്ലാം ഓക്കെയാണ് സാറേ, ഒന്നുമില്ല, എന്തെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ ദുഃഖം മറന്നുപോയി, കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. ഇപ്പൊ ചോദിച്ചാൽ നിങ്ങൾ പണ്ട് ദുഃഖിച്ചിരുന്നോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഞാനല്ലല്ലോ അത് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പോയി. ദുഃഖമുണ്ടോന്ന് ചോദിച്ചാൽ എനിക്കില്ലാന്ന്, ഞാൻ ദുഃഖമുണ്ടായിരുന്ന ഒരാളാണെന്ന് പോലും മറന്നുപോയി. അത്രയും മാറ്റങ്ങളാണ് ആൾക്കാരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. അപ്പോ ഇതൊക്കെ എവിടെ നിന്നാണ് സംഭവിച്ചത്? എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, എവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്? ഇതൊക്കെ അവിടെ എല്ലാം മാറിയിട്ടുണ്ട്. പുറത്ത് ബാക്കി എല്ലാവരും നിങ്ങളോട് ബന്ധുക്കളെല്ലാം നിങ്ങളോട് ഭയങ്കര സന്തോഷമായിട്ട് പെരുമാറാൻ തുടങ്ങിയത് കൊണ്ടാണോ? അല്ല. എവിടെയാണ് മാറ്റം വന്നത്? ഒന്ന് ടൈപ്പ് ചെയ്ത്, എവിടെയാണ് ആക്ച്വലി മാറ്റം വന്നത്? യെസ്, കറക്റ്റ്, അതെ. മാറ്റം വന്നത് വേറെ എവിടെയുമല്ല, നമ്മളുടെ മനസ്സിൽ ഉള്ള സൃഷ്ടിയിലാണ് മാറ്റം വന്നത്. മനസ്സിന്റെ സൃഷ്ടിയിലാണ് മാറ്റം വന്നത്, മനസ്സിലാണ് മാറ്റം വന്നത്, അല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് മുഴുവൻ കാര്യങ്ങൾ. അപ്പൊ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ എവിടെ മാറ്റപ്പെടുത്തിയാൽ മതി? മനസ്സ് മാറ്റപ്പെടുത്തിയാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് സംഭവിച്ചോളും. നമുക്ക് കാശ് വരും, നമുക്ക് ബന്ധുക്കൾ വരും, നമുക്ക് എല്ലാം ഉണ്ടാവും. ഇത് മാറിക്കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വരും, എല്ലാം സംഭവിക്കും. കാരണം യദ്ഭാവം തദ്ഭവതി എന്ന് പറയുന്ന പോലെ അതുപോലെ സംഭവിക്കും. നിങ്ങൾ എന്ത് ഇച്ഛിക്കുന്നുവോ അതുപോലെ പുറത്ത് നടക്കും. മനസ്സ് എന്ന് പറയുന്ന സാധനം ഒരു പ്രൊജക്ടർ പോലെ ഒന്ന് ആലോചിച്ചു. ഒരു പ്രൊജക്ടറാണ്, അതിനകത്ത് വേറൊന്നുമില്ല. പ്രൊജക്ടർ എന്താ ചെയ്യുക? നിങ്ങൾ എന്ത് ഫിലിമാണോ അതിനകത്ത് ഇടുന്നത്, അത് അതേപോലെ റിയാലിറ്റി ആയിട്ട് അവിടെ കാണിക്കും. അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും ഇത് റിയാലിറ്റി ആണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി നിങ്ങൾ ഇട്ട ഈ ഫിലിം കാസറ്റിന്റെ, ആ CD-യുടെ, അല്ലെങ്കിൽ ആ ഒരു ഇൻപുട്ടിന്റെ എന്താണോ നിങ്ങൾ ഇപ്പൊ CD എന്ന് പറയാൻ പറ്റില്ലല്ലോ, മെമ്മറി കാർഡോ എന്താണോ ഇട്ടത്, അതാണ് പ്രൊജക്ടർ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ഈ ഇട്ടത് നമുക്ക് ഓർമ്മയില്ല, ഇതിനകത്ത് ഈ പ്രൊജക്ടറിൽ നിന്ന് നേരിട്ട് വരുന്ന സാധനങ്ങൾ എന്നാന്ന് തോന്നും. അപ്പൊ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ ഇട്ട കാസറ്റിന്റെ പ്രതിഫലനം മാത്രമാണ്. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ എത്രത്തോളം വ്യത്യാസമാക്കി നമ്മുടെ പ്രോഗ്രാം ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് എന്തുകൊണ്ട്, അപ്പൊ നമുക്കൊരു ചോദ്യം വരുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു കാസറ്റ് ഇടാൻ പറ്റാത്തത്? ആ ചോദ്യത്തിന് പകരം തിരിച്ചൊരു ചോദ്യം മാറ്റിയാൽ മാത്രം. ഇപ്പൊ ഈ ചോദ്യമുള്ള ആൾക്കാരാണ്, എന്താ സാറേ എനിക്ക് അങ്ങനെ കാസറ്റ് ഇടാൻ പറ്റാത്തത് എന്ന ചോദ്യത്തിന് പകരം എനിക്കും ആ കാസറ്റ് ഇടാമല്ലോ എന്നുള്ള ചോദ്യം ഉണ്ടാക്കിയാൽ മതി. എനിക്ക് പറ്റുമല്ലോ. അപ്പൊ എന്റെ ജീവിതത്തിൽ ആ റിയാലിറ്റി, അത് കാണുന്ന പ്രൊജക്ടിൽ കാണുന്ന റിയാലിറ്റി എന്തായിരിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇടുന്ന കാസറ്റ്, അല്ലേ? നിങ്ങൾ സിനിമ നോക്കാൻ നിൽക്കുമ്പോൾ ഹിന്ദി സിനിമ കാണണോ, മലയാളം സിനിമ കാണണോ, അല്ലെങ്കിൽ ഏത് സിനിമയുടെ പേര് അറിഞ്ഞാൽ ആ സിനിമയുടെ കാസറ്റ് നിങ്ങൾ ഇടും എങ്കിൽ ആദ്യം നിങ്ങൾ തീരുമാനിച്ചത് ഏത് സിനിമ കാണണമെന്നാണ്. ഇപ്പോഴോ? ഇപ്പൊ നിങ്ങൾ സന്തോഷത്തിന് സിനിമ കാണണോ, ദുഃഖത്തിന് സിനിമ കാണണോ? ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും. സന്തോഷത്തിന്റെ സിനിമ കാണണോ, നിങ്ങൾക്ക് ദുഃഖത്തിന്റെ സിനിമ കാണണോ? തീരുമാനം നിങ്ങളുടേതാണല്ലോ, അല്ലേ? അപ്പോൾ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരോടും പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സിനിമയാണോ വേണ്ടത്, ദുഃഖത്തിന്റെ സിനിമയാണോ? തീരുമാനം നിങ്ങളുടെയാണ്. അതനുസരിച്ച് ബാക്കി മുമ്പോട്ട് പോകാം. യെസ്, വരട്ടെ.
യെസ്, യെസ്. എല്ലാവരും ടൈപ്പ്. ഒരാളെങ്കിലും എനിക്ക് ഡിഫറന്റ് ആയിട്ട് ഉത്തരം കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇന്നത്തെ ക്ലാസ്സിൽ കാര്യമുണ്ടല്ലേ? വരട്ടെ. എല്ലാവർക്കും വേണ്ട ഒരേ ഒരു സിനിമയാണ് അല്ലെ? ഏതാണോ ലേറ്റസ്റ്റ് റിലീസ് ചെയ്ത ആ സിനിമ മാത്രം വേണം. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങൾ പണ്ട്. എനിക്കിത് കിട്ടൂല, എനിക്കിത് ലഭിക്കില്ല, ഇത് എന്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു വന്നവരല്ലേ നിങ്ങളെല്ലാവരും. ഇത് എവിടെ നിന്ന് കിട്ടും സാറേ? അത് ഇങ്ങനെ പറ്റും, ഓക്കെ ശരിയാണ്. പക്ഷെ ആ മനുഷ്യൻ ശരിയാവണ്ടേ, എന്റെ ഭർത്താവ് ശരിയാവണ്ടേ, എന്റെ മക്കൾ ശരിയാവണ്ടേ, എന്റെ കുടുംബക്കാർ ശരിയാവണ്ടേ, നാത്തൂൻ ശരിയാവണ്ടേ, എന്റെ ഭാര്യ ശരിയാവണ്ടേ, ഭാര്യയുടെ അമ്മ ശരിയാവണ്ടേ, അല്ലെങ്കിൽ വീട്ടിലെ അമ്മയും ഭാര്യയും തമ്മിൽ അടി തീരണ്ടേ, എന്നാലേ എനിക്കിതൊന്ന് സമാധാനത്തിന് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരല്ലേ നിങ്ങളെല്ലാവരും, അല്ലേ? ഇപ്പൊ എവിടുന്ന് വന്നു ഇതൊക്കെ? അവരെല്ലാം മാറിയോ? അവരെല്ലാം ശരിയായല്ലേ? അപ്പോഴാണ് നമുക്ക് ശരിയായത്, അല്ലേ? ഇല്ല, അല്ലേ? വളരെ കൃത്യമാണ്. സന്തോഷത്തിന് സിനിമ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി ഈ സാധനം നല്ല സുഖമുള്ളതാണ്. മുമ്പ് നമുക്ക് ഇതിന്റെ സുഖം അറിയില്ലായിരുന്നു. ഈ സന്തോഷത്തിന്റെ സുഖം നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് ദിവസം ഇരുന്നപ്പോൾ ഇതിന്റെ സുഖം നമുക്ക് പിടിച്ചപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഇന്നലകളുടെ ചിന്തകളാണ് നമ്മളെ സങ്കടത്തിലേക്ക് കൊണ്ടുപോയത്. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച വിശ്വാസങ്ങളുടെ റിസൾട്ടുകളാണ് നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോയത്. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് ആയി നമ്മൾ കൊണ്ടു നടന്ന ചില ഹാബിറ്റ്സുകളുടെ റിഫ്ലക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടാണ് നമുക്ക് ദുഃഖത്തിലേക്ക് എത്തിയത്. അപ്പൊ പ്രശ്നം എവിടെയാണ്? നമ്മളുടെ ചിന്തകളിൽ പ്രശ്നങ്ങളുണ്ടായി, നമ്മളുടെ വിശ്വാസങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായി, നമ്മുടെ ഹാബിറ്റ്സുകളിൽ പ്രശ്നങ്ങളുണ്ടായി. ഈ 3 കാര്യങ്ങൾ നമ്മളിവിടെ അറിയാതെ മാറ്റിയപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ സന്തോഷത്തിലേക്ക് പോയി. വളരെ ലളിതമായ കാര്യമാണ്, വളരെ കൃത്യമാണ്. ഈ മനസ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇതിനകത്ത് ഒരു ചാപ്റ്റർ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്, നോക്കിയാൽ മതി. മനസ്സൊരു വിസ്മയത്തിൽ കാണാത്തവർക്കാണെങ്കിൽ പുസ്തകം നോക്കി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞത്. അതായത് ഇതെല്ലാം ഇപ്പൊ ബോധപൂർവം ഞാൻ പറയാം, ഓക്കെ ഞാനിപ്പോ നെഗറ്റീവ് ഒന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പറ്റുമോ? നോട്ട് പോസിബിൾ ആയിട്ടല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്, നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പുസ്തകം ശുഭാപ്തി വിശ്വാസം ശുഭചിന്തകൾ എന്നുള്ള പുസ്തകം 105 ദിവസത്തെ പ്രാക്ടീസ് തന്നിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ മാറ്റാനാണ്. എന്താണ്? നമ്മുടെ ചിന്തകളെ മാറ്റാം. അപ്പോൾ അതിലൊരു പാരഗ്രാഫ്, ഒരു കോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ അവിടെ ചിന്തകൾ പോസിറ്റീവ് ആവും. ഇനിയോ അപ്പോൾ നിങ്ങൾക്ക് ഇത് അവിടെ ആ പറയുന്ന കാര്യം എവിടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, സംഭവിക്കും ജീവിതത്തിൽ. ഈ IR5 സിറ്റുവേഷൻ നിൽക്കുമ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് വിശ്വാസമാണ് മാറിയത്. വിശ്വാസം മാറുമ്പോൾ അത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം മാറി അവിടെ റിസൾട്ട് കിട്ടും. പിന്നെയോ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നത് എന്താണ്? ഇത് മാത്രമാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കേൾക്കുന്നതും പോസിറ്റീവായ കാര്യം, പറയുന്നതും എൻ്റെ വീഡിയോയിൽ മുഴുവൻ കേൾക്കുന്ന കാര്യം, അതുപോലത്തെ ബുക്ക് എടുക്കുമ്പോൾ കാണുന്ന എല്ലാം പോസിറ്റീവ്. ഈ പോസിറ്റീവ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്കുള്ള ഹാബിറ്റ്സിലേക്ക് നമ്മൾ തള്ളപ്പെടും. ഹാബിറ്റ്സിലേക്ക് തള്ളപ്പെടുമ്പോൾ പിന്നെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാത്രം കാണാൻ തുടങ്ങും. ഇതാണ് ഇതിന്റെ യഥാർത്ഥ കാര്യം. അപ്പൊ മനസ്സ് പിന്നെ കാണുന്നതെല്ലാം അത് മാത്രമേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഇത്ര ഇരിക്കുന്ന ഈ നമ്മൾ 100 സംതിങ് ആൾക്കാരോട് ചോദിച്ചിട്ട്, നിങ്ങളിപ്പോ ദുഃഖം കാണുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഇന്ന് ദുഃഖം കണ്ടവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ദുഃഖം അനുഭവിച്ചവർ എത്ര പേരുണ്ട് എന്റെ മുമ്പിലേക്ക്? ഒന്ന് ടൈപ്പ് ചെയ്യാം, ഒരാളുടെ പേരെങ്കിലും ടൈപ്പ് ചെയ്യും. ഇന്ന് ദുഃഖം അനുഭവിച്ച ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? എന്ന് വെച്ചാൽ ഞാനിപ്പോ കേൾക്കുന്നവരോട് പറയാം, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും ജീവിതത്തിൽ ഒരു സങ്കടവും ഇല്ല എന്നാണോ എന്റെ അർത്ഥം? എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് പോകുന്നതാണോ എന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഇതെല്ലാം ഇപ്പൊ നോക്കൂ, ഇതിനു മുമ്പ് നിങ്ങൾ ഇതിനു മുമ്പ് ദുഃഖം അനുഭവിച്ചിട്ടുള്ളത് എന്തിലായിരിക്കും? ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇലക്ഷൻ സമയം, ഇപ്പൊ ഇന്നലെ ഏറ്റവും സംഭവിച്ചാണ് ഇലക്ഷൻ അല്ലേ? ഇലക്ഷൻ സമയത്ത് അവിടെ ഇവിടെ അടിപിടി നടക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ദുഃഖിച്ചിട്ടില്ലേ? എല്ലാവരും ദുഃഖിച്ചിട്ടില്ലേ? കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ കണ്ടിച്ചു, എന്തിനാ ഇപ്പൊ ഇവർ തല്ലുകൂടുന്നത്, പാവം അടി കൊണ്ടു, അവൻ ഇത് കൊണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചിട്ടില്ലേ? ഇന്നിപ്പോ ഈ വർഷത്തെ ഇലക്ഷനിൽ അടിയില്ല എന്നാണോ സംഭവം കണ്ടത്? ഈ വർഷം അടി നടന്നിട്ടില്ലേ? ഒന്നുമില്ല. അല്ലെങ്കിൽ തോറ്റിട്ടില്ലേ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി തോറ്റിട്ടില്ലേ? അല്ലെങ്കിൽ ഫ്രണ്ട് തോറ്റിട്ടില്ലേ? കഴിഞ്ഞ തവണ തോറ്റപ്പോ നിങ്ങൾ കരഞ്ഞിട്ടില്ലേ?
അയ്യോ പാവോട് എത്ര നല്ല മനുഷ്യായിരുന്നു ഉറ്റുപോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ പരിതപിച്ചിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യാത്തത്? ഇപ്പോഴും അതേ ആൾ വീണ്ടും തോറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റൊരാൾ തോറ്റിട്ട്. പക്ഷെ എന്നിട്ട് നമ്മൾ ദുഃഖം ചെയ്ത് ദുഃഖിച്ചിട്ടില്ലല്ലോ. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കല്ല, നിങ്ങളുടെ മനസ്സ് ഓട്ടോ സജഷനിലേക്ക് പോയി, ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അതിന്റെ വഴി എങ്ങനെ പൊക്കോളും എന്നുള്ള. അല്ലാതെ ഒക്കെയില്ല. കഴിഞ്ഞ തവണ വലിയ മഴ വന്നപ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടില്ലേ? ഷൂ ഭയങ്കര മഴയാണ്, അയ്യോ എന്നും പറഞ്ഞ് നിങ്ങൾ നിലവിളിച്ചിട്ടില്ലേ? ഇപ്പൊ ആ മഴ വന്നപ്പോൾ നിങ്ങൾ നിലവിളിക്കുന്നുണ്ടോ? ബോധപൂർവ്വം നിർത്തിയാണ്. ഓക്കെ, മഴ വന്നു, സാറ് പറഞ്ഞു മഴ വരുമ്പോൾ നിലവിളിക്കരുത്, ഭയങ്കര മഴയായിട്ട് ഒച്ചപ്പാടുണ്ടാക്കരുത്, അതുകൊണ്ട് ഞാൻ എന്താ ഒന്നും ചെയ്തില്ല, അങ്ങനെയാണോ ചെയ്തത്? ഒന്നുമല്ല. നിങ്ങള് അത് ആ മഴയല്ലേ സാരമില്ല. അല്ലെ വേറെ ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം നിങ്ങളെ കുക്കറിൽ നിങ്ങൾ ചോറ് വെച്ചപ്പോ കരിഞ്ഞപ്പോ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ഈസി ആയിട്ട് പറഞ്ഞാൽ എളുപ്പം. എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ തലയെ കൈ വെച്ചു എന്തൊക്കെ പിറുവിറുത്ത് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടുണ്ട്. ഇപ്രാവശ്യം വീണ്ടും കരിഞ്ഞപ്പോ നിങ്ങൾ അത് പറഞ്ഞു സാരില്ല, അത് ശരിയാക്കാന്ന് ഒറ്റ വാക്കിൽ നിങ്ങൾ ഒതുക്കിയിട്ടില്ലേ? എത്ര തവണ ഒതുക്കിയിട്ടുണ്ട്? അപ്പൊ ഇതെല്ലാം സംഭവിക്കുന്നതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളതിൽ ഹാബിറ്റ്സ് ആയി മാറിക്കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമില്ല. ഇതാണ് നമ്മൾ പല പ്രാക്ടീസുകൾ അതിനുവേണ്ടി, മിറാക്കിൾ മോർണിംഗ് ആയിക്കോട്ടെ, ജേർണി ടു ഹാപ്പിനെസ് ആയിക്കോട്ടെ, കീ ടു ഹാപ്പിനെസ് ആയിക്കോട്ടെ. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, കീ ടു ഹാപ്പിനെസ് രണ്ടാമത്തെ സെഷൻ ഈ മാസം, ഇന്ന് 18-ാം തീയതിയിലെ ക്രിസ്മസ് 20-ാം തീയതി തുടങ്ങും. കീ ടു ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ തക്കോലുകൾ എന്നുള്ള ആ കോഴ്സ് നമ്മൾ 20-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ സന്തോഷത്തെ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ഉള്ള ആൾക്കാർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ചെറിയൊരു പേയ്മെന്റ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അഡ്മിനെ വിളിച്ചോളുക, ജോയിൻ ചെയ്യുക. കോഴ്സ് നിങ്ങൾ പഠിക്കണം. അത് ഒരു 5 തത്വങ്ങൾ നിങ്ങൾ സന്തോഷത്തിന് നിലനിർത്താനായിട്ട് പഠിക്കണം. വളരെ വിശദമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് എല്ലാവരും കീ ടു ഹാപ്പിനെസ് പഠിക്കണം. കഴിഞ്ഞ തവണ എടുത്തവർ വീണ്ടും വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത്, കഴിഞ്ഞ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീണ്ടും ചെയ്യുക. യൂട്യൂബ് കാണുന്നവരോടും പറയാനുള്ളതാണ്, കീ ടു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് സന്തോഷത്തെ നമ്മുടെ ത്തിലേക്കുന്ന ചില താക്കോലുകളാണ്, ടെക്നിക്കുകളാണ് പഠിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് വലിയ രീതിയിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഹാബിറ്റ്സുകൾ എങ്ങനെയാണ് മാറേണ്ടത്, എന്തൊക്കെ ചെറുതായിട്ട് ആ കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്കത് ആതിരയൊക്കെ വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുത്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് എടുത്ത ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ കോഴ്സ് ചോദിച്ച് മേടിക്കണം. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് കോഴ്സ് വേണോ എന്ന്, നിങ്ങൾ അതെടുക്കും ഇതെടുക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു ആവശ്യം. കാരണം നമുക്ക് എല്ലാവർക്കും വിവേചന ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. എന്താണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ എല്ലാവരും ഇവിടെ വരുന്നവരെല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ ഞാൻ അഡ്മിന്റെ നമ്പർ താഴെ വീഡിയോന്റെ താഴെ കൊടുത്തേക്കാം. പുതിയതായിട്ട് കാണുന്നവർക്ക് വിളിച്ചിട്ട് ജോയിൻ ചെയ്യുക. 20-ാം തീയതി തന്നെ തുടങ്ങും. ഇപ്പൊ ബാക്കിയുള്ള കോഴ്സുകൾ നമ്മൾ ഓൺഗോയിങ് നടക്കാൻ, ജേർണി ടു ഹാപ്പിനെസ് നടന്നുകൊണ്ടിരിക്കുന്നു, ലോ ഓഫ് അട്രാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ വിഷൻ ബോർഡ് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ ട്യൂൺ യുവർ മൈൻഡ് സെറ്റ് അതും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കോഴ്സുകളെല്ലാം നമ്മുടെ ഒരു സമയത്ത് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ ഓട്ടോ പൈലറ്റ് മൂഡിലേക്ക് എത്തിക്കണം. അത് ഉണ്ടായിത്തീരുന്നതാണ്. നമ്മൾ ബോധപൂർവ്വം അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഇന്ന് ഞാനിന്ന് നെഗറ്റീവ് ഒന്നും ചിന്തിക്കില്ല, ഓക്കെ, ഇന്ന് രാവിലെ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ നെഗറ്റീവ് ഒന്നും ചിന്തിക്കില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ നിർത്താൻ പറ്റുമെന്ന്? ഒരിക്കലും പോസിബിൾ അല്ല എന്നറിയുക. കാരണം ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് നെഗറ്റീവോ പോസിറ്റീവോ ആണോ എന്ന് വേർതിരിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ എന്താണ് ഈ നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഇതുപോലല്ല, നേരെ ക്ലാസ്സുകൾ പങ്കെടുത്ത് ഇതിനെ വേർതിരിച്ചെടുക്കുന്ന ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് നമ്മൾ എത്തണം. ഈ നിങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് പറയുന്നതാണ് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ജീവിത വിജയത്തിന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, അപ്പൊ നമ്മൾ ഓരോ ദിവസവും ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസം സംഭവിക്കുന്നു ജീവിതത്തിൽ. അത് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകുന്നു, ഓട്ടോ സജഷനായി മാറുന്നു ശുഭാപ്തി വിശ്വാസം. അപ്പൊ എപ്പോ നോക്കുമ്പോഴും ആ വാക്ക് നമ്മളെ സ്ട്രൈക്ക് ചെയ്ത് പിടിക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റുമ്പോഴാണ് നമുക്ക് ഹാബിറ്റായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ, നമ്മുടെ പഴയകാല പേടികൾ തിരിച്ചറിയണം. അതിനെ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ തിരിച്ചറിയണം, എന്നിട്ട് നമ്മൾ അതിനെ ഒഴിവാക്കണം. രണ്ടാമത് ചെറുപ്പകാലത്തുണ്ടായ കുറേ വേദനകൾ ഉണ്ടാവും, അതെല്ലാവർക്കും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. ചെറുപ്പകാലത്ത് ഒരു ഉദാഹരണം ഞാനത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭീകരമായിട്ടുള്ള ബീഭത്സമായിട്ടുള്ള ചില കഥകളൊക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത
തരത്തിൽ കുട്ടികളോട് പാരൻസ് ചെയ്ത് തന്നെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കണം. വേദനകൾ അത് എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞാൽ തീരാത്തത്രയും വലിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ മക്കളോട് നിന്നും കൂടി തിരിച്ചറിയാം. ഇത് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. ഞാൻ പാരൻഷ്യൽ കോഴ്സും കൂടി തുടങ്ങണമെന്ന് ഇപ്പൊ നമ്മുടെ ഇപ്പൊ തന്നെ നമ്മൾ മറ്റേ റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ ക്ലാസ് വരും. അതിൽ ഞാൻ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പോകുന്നത്. റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ വളരെ പ്രധാനം കുട്ടികളെ വളർത്താൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് സോഷ്യൽ, അപ്പൊ ഞാൻ പറഞ്ഞത് പഴയകാല പേടികള്, ചൈൽഡ്ഹുഡ് വേദനകൾ, അതുപോലെ തന്നെ സോഷ്യൽ കണ്ടീഷൻ, നമ്മുടെ സാമൂഹികമായ ചുറ്റുവട്ടങ്ങൾ. അതിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു പോകാം. എന്തുകൊണ്ടായിരിക്കും കോളനിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ സ്വഭാവ രീതിയും അതുപോലെ തന്നെ അർബൻ, അതായത് സിറ്റി ലൈഫിൽ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതിയും ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജീവിത രീതിയും ഒക്കെ 3 പേരും 3 വ്യത്യസ്തമായി മാറുന്നത്? ഒരേ ഭാഷ സംസാരിക്കുന്നവര് ചിലപ്പോൾ ഒരേ ഡിസ്ട്രിക്റ്റിലുള്ളവരായിട്ട് പോലും 3 കൾച്ചറായി മാറാറുണ്ട്. ഏത് നല്ലത് ഏത് മോശം എന്നുള്ള വിശകലനമല്ല ഞാൻ പറയാം. 3 കൾച്ചറായി മാറാറുണ്ട്. ഇത് ഈ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന സാധനത്തിൽ വരുന്നതാണ്. അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുക. കാരണം അത് ആ ആളെ വാർത്തെടുക്കുന്നതിന് ആ സോഷ്യൽ എൻവയറമെന്റിന് വലിയ പ്രാധാന്യമുണ്ട്. ആ സോഷ്യൽ എൻവയറമെന്റ് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ പഴയ കാലത്ത് നമ്മൾ പലപ്പോഴും തോറ്റുപോയി എന്നുള്ള വിശ്വാസം, മെമ്മറീസ്, ഓൾ ഫെയിലിയർ മെമ്മറീസ് എന്ന് പറയും. തോറ്റുപോയത് കൊണ്ടുള്ള ഒരുപാട് തോന്നലുകൾ നമുക്കാണ്. അപ്പൊ ഇതെല്ലാമാണ് നമ്മുടെ ഈ ഡിസിഷനെ, നമ്മുടെ മനസ്സിനെ എപ്പോഴും നിർത്തുന്നത്. അപ്പൊ ഇതിനെ മാറ്റാതെടുത്തോളം കാലം, മനസ്സ് മാറ്റാതെടുത്തോളം കാലം ജീവിതത്തെ മാറ്റാൻ ശ്രമിക്കരുത്. അത് നടക്കില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയാണ്, മിററിനെ നോക്കിയിട്ട് ഫേസ് ചേഞ്ച് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ, അല്ലെ? മിററിൽ കാണുന്നതാണ് നമ്മുടെ ഫേസ് എന്ന് നമ്മൾ വിശ്വസിച്ച് അതിനെ മിറർ നോക്കിയിട്ട് നമ്മൾ ഫേസ് ചേഞ്ച് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് മിററിൽ നിന്ന് ചെയ്യുന്നതാണ്. അല്ലെ, ഞാനതിന് പറഞ്ഞ നൃത്തം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണം എന്നാണ്. കണ്ണാടി നമ്മുടെ നേരെ എതിർവശത്ത് കാണുന്ന സംഭവമാണ്. അപ്പൊ അതല്ല നമ്മുടെ യാഥാർത്ഥ്യം എന്ന് തിരിഞ്ഞുകൂടി നോക്കാൻ സാധിക്കണം. യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഉള്ളത് എന്ന്. അപ്പൊ അതുപോലെ മനസ്സ് മാറ്റാത്തിടത്തോളം കാലം ജീവിതത്തെ മാറ്റാൻ ശ്രമിക്കുക. അപ്പൊ സന്തോഷം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് എനിക്ക് സന്തോഷം, ഉത്തരം ഇതാണ്, എന്തുകൊണ്ട് എനിക്ക് സന്തോഷമില്ല എന്നതിന്റെ ഉത്തരം എൻ്റെ മനസ്സ് അതിന് പാകപ്പെട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ സന്തോഷവാനാണ് എന്നതിന്റെ ഉത്തരം എൻ്റെ മനസ്സ് സന്തോഷത്തിന് വേണ്ടി പാകപ്പെട്ടു എന്നുള്ളതാണ്. ഇത് രണ്ടും തിരിച്ചറിയുന്നിടത്ത് ജീവിതം വിജയം സംഭവിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് എനിക്ക് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടത് എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എന്തൊക്കെ നമുക്കുണ്ട് എന്ന് ആദ്യം കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ സന്തോഷം തുടങ്ങുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നോട് പറഞ്ഞു, സാറേ കുറേ കടമുണ്ട്, ഈ കടമെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ സന്തോഷവാനായും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുറേ കടമുണ്ട്, ഒരുപാട് കടമാണ്, എനിക്ക് നിൽക്കാൻ പറ്റില്ല, അതൊന്ന് നിൽക്കാൻ ഞാൻ രക്ഷപ്പെട്ടു. അപ്പൊ ചോദിച്ച് കൂടുതൽ വന്നപ്പോ ഈ കടം എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ കടമുണ്ടാകും. കൃത്യമായി നിങ്ങൾ പറഞ്ഞു, നിങ്ങളെല്ലാം ജീവിതത്തിൽ കണക്റ്റഡ് ആയിരിക്കും ഈ സംഭവം. 50 ലക്ഷം രൂപ കടമുണ്ട്. ഈ കടം തീർക്കാനാണ് പുള്ളി കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കടം എങ്ങനെയാ നിങ്ങൾക്ക് ഉണ്ടായി, എന്തിനാ ഉള്ളത്? അല്ല, അതിലൊരു 40 ലക്ഷം രൂപ ഗോൾഡ് ബാങ്കിൽ വെച്ചതാണ്. ഗോൾഡ് ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്താണ്. അപ്പൊ അതെങ്ങനെയെങ്കിലും ഒന്ന് അടച്ചു കൊടുത്തിട്ട് ആ ഗോൾഡ് എന്ന് തിരിച്ചു വാങ്ങി. പിന്നെന്താ ബാക്കിയുള്ള അത് ഞാനൊരു 30 ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങിച്ചിരുന്നു. അപ്പൊ തികയാത്തൊരു 10 ലക്ഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, സ്ഥലം ഈട് വെച്ചിട്ട് ലോൺ എടുത്തു. അങ്ങനെ ആ 10 ലക്ഷം കൊണ്ട് അങ്ങനെ 50 ലക്ഷം രൂപയാണ്. ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ തിരിച്ചറിയുക എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. നിങ്ങൾ യഥാർത്ഥത്തിൽ കടക്കാരനാണോ ധനവാനാണോ എന്ന് ആ വേർതിരിവ്, ആ തിരിച്ചറിയാനുള്ള കഴിവ് ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് ഈ മനസ്സ് മാറ്റപ്പെടുത്തുന്നത്. ആ മനുഷ്യൻ വളരെ സന്തോഷപൂർവ്വം 1 മണിക്കൂർ എന്നോട് സംസാരിച്ചപ്പോൾ അവസാനം പറഞ്ഞു, അയ്യോ ഞാൻ ഇത്രയും വലിയ ധനവാനാണെന്ന് ഈ 60 വർഷമായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ സാറേ എന്നാ പറഞ്ഞു. എന്റെ ജീവിതം ഇത്രയും ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന്. ആക്ച്വലി നിങ്ങൾ പറയൂ, അയാൾ ധനവാനാണോ കടമുള്ളവരാണോ? 30 ലക്ഷം രൂപയുടെ സ്ഥലം വാങ്ങിക്കാനായിട്ട് 10 ലക്ഷം രൂപയെ ലോൺ എടുത്തിട്ടു.
ആ സ്ഥലം ഇന്നിപ്പോ 50 ലക്ഷം രൂപയുടെ എന്തായാലും ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. 50 ലക്ഷം രൂപയുടെ വാല്യൂ ഉണ്ട്. 40 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ ഗോൾഡ് പ്ലഡ്ജ് ചെയ്ത് ലോൺ കിട്ടണമെങ്കിൽ ആ ഗോൾഡിന് വാല്യൂ എത്ര വേണം? 35 ലക്ഷത്തിന്റെ ഗോൾഡിന് ബാങ്കുകാർ 40 ലക്ഷം തരുമോ? ഇതൊന്ന് തിരിച്ചറിയാനുള്ള സന്മനസ് കാണിക്കണം എന്നാണ് ഞാൻ പറയാം. തിരിച്ചറിയണം. അപ്പൊ നമുക്ക് മനസമാധാനം എന്ന് പറഞ്ഞ സാധനം കിട്ടും. എന്തിനാണ് ഈ സ്ഥലം? മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്തിനാ ഈ ഗോൾഡ്? സമാധാനം ഇല്ലെങ്കിൽ ഇതൊക്കെയല്ല. അപ്പൊ മോഹൻലാലിന്റെ ആ പരസ്യം വീണ്ടും അവിടെയാണ് പ്രശ്നം. വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടക്കുക എന്ന് പറയുന്ന പോലെ പറയേണ്ടി വരും. ഇങ്ങനെയൊന്നും ചെയ്യരുത്. ജീവിക്കാൻ എല്ലാം വേണം, എല്ലാം വേണം. പക്ഷെ ജീവിതം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഉള്ളൂ എന്നറിയാം. ആദ്യം ജീവിക്കണം. ജീവിതത്തിന്റെ കൂടെ ഇതെല്ലാം വേണം. ഇതെല്ലാം വേണം, എല്ലാം വേണം. ഒന്നും വേണ്ടാതില്ല. പക്ഷെ ജീവിതമില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു കാര്യം. നാളെ എല്ലാവരും പോകേണ്ടതാണല്ലോ അല്ലേ? 6 അടി മണ്ണിലേക്കുള്ള അല്ലേ? അത് പറയുമ്പോൾ ആരും സമ്മതിക്കില്ല, ഒരാളും അംഗീകരിക്കില്ല. നിങ്ങൾ ആരും അത് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സത്യമാണ്, എല്ലാവരും 6 അടി മണ്ണിലേക്ക് പോകേണ്ടവർ തന്നെയാണ്. അതുകൊണ്ട് ഇതിനു മുമ്പ് ജീവിക്കാൻ ഒന്ന് ശ്രമിക്കുക. സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരെ മാറ്റാനല്ല ശ്രമിക്കേണ്ടത്, അവനവന്റെ ജീവിതത്തെ സന്തോഷപൂർവ്വമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം മാറണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എല്ലാ സാധ്യതകളും ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. പുസ്തകം വായിച്ചു വേണമെങ്കിൽ അതുണ്ട്, കോഴ്സാണെങ്കിൽ കോഴ്സ് ഉണ്ട്, സൂം ആണെങ്കിൽ സൂം ഉണ്ട്, 1 to 1 എന്നോട് നേരിട്ട് സംസാരിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട്, അങ്ങനെയും ചെയ്യാം. എങ്ങനെ വേണ്ട വെച്ചാൽ എവറിത്തിങ് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാം ശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവണമെന്ന് മാത്രമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പൊ ജീവിതത്തിൽ സന്തോഷം കൺക്ലൂഡ് ചെയ്യുന്ന എത്രയാണ്, ജീവിതത്തിൽ സന്തോഷമില്ല എന്ന് പറയുന്നതല്ല യാഥാർത്ഥ്യം. ആ സന്തോഷം ഉൾക്കൊള്ളാനുള്ള മനസ്സ് എനിക്കില്ലാതെ ആയിപ്പോയി എന്നതാണ് സത്യം. അപ്പൊ മനസ്സിനൊന്ന് മാറ്റപ്പെടുത്തുക. ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ ലൈഫ് അല്ലേ? നേരത്തെ പറഞ്ഞ അവിടെ എത്തിയല്ലേ? ചേഞ്ച് യുവർ ലൈഫ്, ചേഞ്ച് യുവർ മൈൻഡ്. ചേഞ്ച് മൈ ലൈഫ്, ചേഞ്ച് മൈ മൈൻഡ്, ചേഞ്ച് മൈ ലൈഫ്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ജീവിതം ചേഞ്ച് ചെയ്യാൻ ഒരാളെ പോലും മാറ്റേണ്ടതില്ല. നമ്മുടെ ചിന്തയുടെ ദിശയെ മാത്രം മാറ്റിയാൽ മതി എന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടി പറയാം, ജീവിതം ചേഞ്ച് ചെയ്യാൻ ഒരാളെ പോലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ചിന്തകളുടെ ദിശ മാറ്റിയാൽ മാത്രം മതി എന്ന് മനസ്സിലാക്കുക. ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. അപ്പോൾ കോഴ്സുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. മെഡിറ്റേഷൻ നമ്മൾക്കിവിടെ അറിയാം, ഇതൊക്കെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്, യോഗ ചെയ്യുന്നുണ്ട്, എല്ലാ സാധനവും നമുക്കുണ്ട്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സ്നേഹത്തോടെ ദിനേശ് മോഹൻ സൈനിങ് ഓഫ്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞതിനകത്ത് ചോദിച്ചോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, അതിന് മറുപടിയും പറയാം. നിങ്ങൾക്ക് മറ്റു വീഡിയോ കാണുന്നവരോടും പറയാനുള്ളത്, എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. ഇതിനെല്ലാം ഞങ്ങൾ ടീം ഉത്തരം നൽകും, ഒരു സംശയവും വേണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒന്നുമില്ലല്ലോ. Okay, thank you. Good night. ശരി. Thank you, sir.